Good evening to all. Calicut University 6th Sem BCom Corporation Specialization Paper Cooperative Management and Administrationൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയ ചാപ്റ്ററാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്ററാണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. എസ്സേയും ഷോർട്ട് ആൻസറും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. സോ ഞാനിത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഒരു 2-3 വീഡിയോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓഡിറ്റ് നോക്കാം. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, നമുക്കൊരു പേപ്പർ പഠിക്കാനുണ്ടല്ലോ. ഓഡിറ്റ് മീൻസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ടു വെരിഫൈ ദി ഓതൻറ്റിസിറ്റി ആൻഡ് അക്യുറസി ഓഫ് ദി ട്രാൻസാക്ഷൻസ്. അതായത് ട്രാൻസാക്ഷനിലെ ഓതൻറ്റിസിറ്റിയും അക്യുറസിയും ഒക്കെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ എങ്ങനെയായിരിക്കും ഒരു ഓഡിറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഓഡിറ്റ് ഈസ് ആൻ indispensable part of any business. In cooperative society, its importance is widely acclaimed. A cooperative society is a democratic institution. It is being managed by elected representative of members. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് ആരെക്കൊണ്ടാണ്, അതിന്ന് ഇലക്ട് ചെയ്തുകൊണ്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്, അതായത് അതിലുള്ള മെമ്പേഴ്സിനെ കുറച്ച് പേരെ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവരായിരിക്കും ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും, അതായത് ആ ഒരു കോമൺ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടല്ലേ, കോമൺ എല്ലാവരുടെയും ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ലേ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് നടത്തുന്നത്. ഓഡിറ്റ് ഹെൽപ്സ് ദി മെമ്പേഴ്സ് ടു അസർട്ടൈൻ വെദർ ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഹാവ് എഫക്റ്റീവ്ലി മാനേജ്ഡ് ദി അഫെയർ ഓഫ് ദി സൊസൈറ്റി ഫോർ ദി കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അപ്പാർട്ട് ഫ്രം ദി ഡിഡക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, അതായത് എറേഴ്സും ഫ്രോഡ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കണ്ടുപിടിക്കാനും തിരുത്താനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു പ്രൊവൈഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ ടു ദി മെമ്പേഴ്സ് ജനറൽ ബോഡി അബൌട്ട് ദി മാനേജ്മെൻറ്റ് ഓഫ് ദെയർ കമ്മിറ്റി ആൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ലാസ്റ്റ് പോയിൻ്റ് ആണ്, ദ ഓഡിറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ ദി കറക്റ്റ് ആൻഡ് ട്രൂ സ്റ്റേറ്റ് ഓഫ് അഫെയർ ഓഫ് ദി ബിസിനസ്. അതായത് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ആൻഡ് ട്രൂ ഒരു പിക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് കൺകറൻറ്റ് ഓഡിറ്റ്. കൺകറൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഓഡിറ്റ് നടത്തുക. അതായത് മേ ബി അത് ഡെയിലി ആയിരിക്കാം, അല്ലെങ്കിൽ റെഗുലർലി ആയിരിക്കാം, അല്ലെങ്കിൽ പീരിയോഡിക്കലി ആയിരിക്കാം. A concurrent or continuous audit is one where the auditor visits the institution daily, regular or periodically and completes the examination of accounts up to date. അതായത് ഓഡിറ്റർ അവിടെ ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ടോ വന്നിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുക. അതിനെയാണ് കൺകറൻറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് ഓഡിറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ സൊസൈറ്റീസ് ഹാവിങ് ലാർജ് വോളിയം ഓഫ് ബിസിനസ് ആൻഡ് വിച്ച് ഹാവ് ഹ്യൂജ് ഡെയിലി ട്രാൻസാക്ഷൻസ്. അതായത് ഇത്തരത്തിലുള്ളൊരു കൺകറൻറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് നടത്തുന്നത് ആരാന്ന് വെച്ചാൽ ലാർജ് വോളിയം ആയിട്ടുള്ള ബിസിനസ് ഉള്ള സൊസൈറ്റീസ് ഹാവിങ് ലാർജ് വോളിയം ഓഫ് ബിസിനസ് ആൻഡ് വിച്ച് ഹാവ് ഹ്യൂജ് ഡെയിലി ട്രാൻസാക്ഷൻസ്. ഇത്തരത്തിലുള്ള സൊസൈറ്റീസ് ആയിരിക്കും കൺകറൻറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്, സിമ്പിളാണ് കേട്ടോ. മിസ്റ്റേക്സ് ആൻഡ് ഫ്രോഡ്സ് ക്യാൻ ബി ഡിസ്കവേർഡ് ഈസിലി ആൻഡ് ക്വിക്ക്ലി ആൻഡ് റെക്ടിഫൈഡ്. അതായത് മിസ്റ്റേക്കും ഫ്രോഡ്സൊക്കെ ഈസിലി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. പിന്നെ ആസ് ദി ഓഡിറ്റർ വിസിറ്റ് ദ സൊസൈറ്റി ഡെയിലി ഓർ റെഗുലർലി ഓർ പീരിയോഡിക്കലി ഹി വിൽ ബി ഇൻ ടച്ച് വിത്ത് ദ ബിസിനസ്. അതായത് ഒരു ഓഡിറ്റർ ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ടോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ വന്നു പോകുമ്പോൾ അയാൾക്ക് ആ ഒരു സ്ഥാപനമായിട്ട് ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ദ ഫൈനൽ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി കംപ്ലീറ്റഡ് ആസ് സൂൺ ആസ് ദി ഇയർ എൻഡ്സ് ആൻഡ് സർട്ടിഫൈഡ് ബാലൻസ് ഷീറ്റ് മെയ്ഡ് അവൈലബിൾ. ലാസ്റ്റ് പോയിൻ്റ് ആണ്, the daily or regular periodical visit by the auditor will create a moral effect on the staff to maintain the accounts up to date. അതായത് അവിടുത്തെ സ്റ്റാഫുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ, അതെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതാണ് ഫസ്റ്റത്തെ എന്ത് പറയുന്നത്, കൺകറൻറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. പിന്നെ ഇൻറ്ററിം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ 2 ഫൈനൽ ഓഡിറ്റിൻ്റെ ഇടയിലുള്ള ഓഡിറ്റാണ് ഏത്, ഇൻറ്ററിം ഓഡിറ്റ്. ഇൻറ്ററിം ഓഡിറ്റ് ഈസ് വൺ പെർഫോംഡ് ബിറ്റ്വീൻ 2 ഫൈനൽ ഓഡിറ്റ്സ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ദി ഓഡിറ്റർ ടു ഗെറ്റ് ദി ഫൈനൽ ഓഡിറ്റ് ഡൺ ഈസിയർ ആൻഡ് ക്വിക്കർ. അതായത് ഫൈനൽ ഓഡിറ്റ്
വേഗം ഇതാക്കാൻ വേണ്ടിയിട്ട് ഇൻ്ററിം ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈസി ആയിട്ടും ക്വിക്കായിട്ടും ഫൈനൽ ഓഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്ററിം ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഫൈനൽ ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റ് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി ആനുവൽ റിപ്പോർട്ട്. ആനുവൽ റിപ്പോർട്ടാണ് എന്ത് പറയുന്നത്, ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ up at the close of the financial or trading period when all the accounts are balanced and a trading and profit and loss account and a balance sheet are prepared. ഓക്കെ, അതാണ് ഫൈനൽ ഓഡിറ്റ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ടെസ്റ്റ് ഓഡിറ്റ്. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറോ നമ്മുടെ ഓഡിറ്റ് കറക്റ്റായിട്ട് തന്നെയല്ലേ നടത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഓഡിറ്റാണ് ഇത് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ഓഡിറ്റ് ഈസ് one special to the cooperative field. The deputy registrar or assistant registrar are expected to test audit a few societies to ascertain whether the auditor has done the audit correctly or not. This is called test audit. Okay. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇത് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.